ഇപ്പം എന്ത് വിറ്റുവരവുണ്ട്? ഇപ്പോൾ ഏകദേശം ഒരു 12-15 കോടിയോളം ഏകദേശം വാർഷിക വിറ്റുവരവ് നമ്മുടെ സ്ഥാപനത്തിൽ. വെരി ഗുഡ്. അപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന ഒരു സംരംഭമാക്കണം എന്നാണ് ആഗ്രഹം? എനിക്കൊരു അഹങ്കാരമായി തോന്നരുത്. ഞാൻ ഇപ്പോൾ ഒരു 70 പേരെ ഒരു 700 പേർക്കെങ്കിലും ആക്കുന്ന രീതിയിലേക്ക് മിനിമം വരണം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. നിരവധി സംരംഭങ്ങൾ നടത്തി അടികിട്ടി നിലത്ത് വീണ് ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരാളാണ് നിങ്ങൾ. അതെ, ലക്ഷങ്ങൾ കടം വന്നിട്ടുണ്ട്. ആ കടങ്ങളൊക്കെ വീട്ടി ഇന്ന് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയോ? ഉറപ്പുവരുത്തി. കടങ്ങളൊക്കെ വീട്ടി ഇന്ന് കുടുംബമായിട്ട് സന്തോഷമായിട്ടാണ് സന്തോഷമായിട്ട് ജീവിക്കണം, കുഴപ്പമൊന്നുമില്ല. എല്ലാ യുവാക്കൾക്കും ശരിക്കും ഇതൊരു മാതൃകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടി ഞാൻ പല മീറ്റിങ്ങിലും ഞാൻ പറയാറുണ്ട്, ഇത് ചെറിയ ചെറിയ പരാജയങ്ങൾ വരുമ്പോഴേക്കും തിരിച്ചു പോകരുത്. നമ്മളെ എഫേർട്ട്, നമ്മളെ അധ്വാനം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യം വേണം. ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് നമ്മൾ എത്തും. അന്ന് കളിയാക്കിയവർ ഇന്ന് എന്താണ് പറയുന്നത്? അന്ന് കളിയാക്കിയ ആളുകളെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, നമ്മളെ എന്നെ നാട്ടിലേക്ക് വരാൻ പോലും എന്നെ പിന്തിരിച്ച ആളുകൾ, എന്നെ ആത്മഹത്യക്ക് വരെ കൊണ്ടുപോയത് എൻ്റെ നാട്ടിൽ പല ആളുകളും പറഞ്ഞ രീതികൾ. കാരണം ഞാൻ ബാലൻ്റെ മകൻ കുടുംബത്തിന് സാബാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് മാനസിക വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ആളുകളുടെ മക്കളടക്കം ഇപ്പം നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു ഇതല്ല കേട്ടോ, എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു ഭാഗ്യമല്ലേ എനിക്ക്. അവരെ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ടല്ലേ അവരെ നമ്മൾ. അപ്പോൾ ഇന്ന് വീനസ്റ്റ് എന്ന ആ ബ്രാൻഡിൻ്റെ ചിറകിലേറി 700 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വലിയൊരു സംരംഭം തുടക്കം കുറിക്കാനായുള്ള പ്രയാണത്തിലാണ്. അതെ, നല്ല പപ്പടവുമായി. നല്ല പപ്പടമായിട്ട്